വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കും, ആര് മുഖ്യമന്ത്രിയാവും, ആര് ആഭ്യന്തരമന്ത്രിയാവും, എത്ര സീറ്റ് കിട്ടും, അങ്ങനത്തെ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് ആധികാരികമായി സംസാരിക്കുന്നത് നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ അങ്ങനെ രാഷ്ട്രീയപരമായി പറയുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നടപ്പിലാക്കിയ കുറേ പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു വീടായിട്ട് നമ്മൾ അതിനെ എന്താ പറയുക കണക്കാക്കിയാൽ, ഒരു വീട്ടിലെ ഗൃഹനാഥൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ അയാൾ സ്വന്തം മകളെ കെട്ടിച്ച കടം ഉണ്ടാവും, മകനെ പഠിപ്പിക്കുന്നുണ്ടാവും, ബിസിനസ്സിന് കൊണ്ടു നടക്കാനുള്ള ലോണും കാര്യങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, വീടിൻ്റെ ലോണ് തീരാണ്ടാവും, ഭാര്യയുടെ അസുഖം കാര്യങ്ങൾ, അയാൾക്ക് സ്വന്തം അസുഖം കാര്യങ്ങൾ, ഇതങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നോർമലി ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിട്ട് പല പല പ്രശ്നങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിലവിലുള്ള ഒരു പ്രശ്നമുള്ള ഒരു സർക്കാരാണ് നിലവിൽ ഇപ്പോൾ ഉള്ള ഈ LDF സർക്കാർ. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ നാട്ടിലെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, പോയിട്ടുണ്ട്. ചിലത് പകുതി വഴി വെച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയെങ്കിലും ക്യാഷ് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഈ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കാർ പെട്ടെന്ന് ഭരണത്തിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ നിലവിൽ, അതായത് ഓട്ടോമാറ്റിക്കലി സർക്കാർ കടത്തിലാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന സർക്കാർ ഈ പറയുന്ന ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുതലുള്ള അങ്ങനെ കുറേ ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ റോഡിന്റെ കാര്യങ്ങൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കിട്ടുന്ന ആനുകൂല്യം, ഇതെല്ലാം പകുതി വഴിയിൽ വെച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ തടസ്സമാവുകയോ ചെയ്യും. അത് ഇവരുടെ കുറ്റമായിട്ടല്ല, കാരണം ഇവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ ക്യാഷ് കൊടുക്കാണ്ടെന്നുള്ളൊരു കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇനിയുള്ള ഒരു 5 വർഷം കൂടിയും ഇടതുപക്ഷം അങ്ങനെ മുന്നോട്ട് പൊക്കോട്ടെ. ആ ഒരു രീതിയിലുള്ള ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കോട്ടെ. കാരണം എന്നാൽ ഈ പൂർത്തീകരിക്കാനുള്ളതൊക്കെ പൂർത്തീകരിച്ച് എല്ലാം റെഡി ആയിട്ട് LDF പറഞ്ഞ പോലെ തന്നെ എല്ലാം ശരിയാക്കിയിട്ട്, ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറയുന്നു പാവങ്ങൾ എന്നൊരു പദം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഉണ്ടാവുമോ, അതൊക്കെ നടപ്പിലാക്കുമോ ഇല്ല എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാലോ. ഇത് ഇടതുപക്ഷത്തിന്റെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല, എനിക്ക് തോന്നിയ ഒരു നോർമൽ ആയിട്ടുള്ള ചിന്തയാണ്. അല്ലാതെ ഇതിലിവിടെ UDF-ന് എതിരായിട്ടോ മുസ്ലിം ലീഗിനെതിരായിട്ടോ BJP-ക്ക് എതിരായിട്ടോ സംസാരിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകാരം ഗൃഹനാഥൻ പെട്ടെന്ന് മരണപ്പെടുകയോ, ആ ഗൃഹനാഥൻ ആ വീടിനെ വിട്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തത്തിൽ അനാഥമായി പോകും. അതായത് ഞാൻ പറഞ്ഞ പോലെ മകളുടെ പഠിപ്പ്, മകന്റെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, വീടിന്റെ ലോൺ, ഇതെല്ലാം താളം തെറ്റി താറുമാറായി പോകും. പിന്നെ പുതിയതായിട്ട് ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇനി അതുപോലെ അത് റെഡിയാക്കി വരുമ്പോഴേക്കും കാലങ്ങളോളം, അപ്പോഴേക്കും ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ നിർത്തലാവും ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം കൂടിയും LDF തന്നെ തുടരട്ടെ. LDF-നെ സ്നേഹിക്കുക എന്നുള്ളതല്ല, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും കോട്ടം തട്ടാണ്ടിരിക്കാൻ വീണ്ടും ഒരിക്കൽ കൂടി LDF-ന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ LDF ഭരണത്തിൽ വരട്ടെ. ഇനി അതായത് കോൺഗ്രസും നല്ല രീതിയിൽ ഇനിയുള്ള അടുത്ത വർഷം നന്നായി തന്നെ വർക്ക് ചെയ്തിട്ട്, കോൺഗ്രസ് ആയാലും BJP ആര് തന്നെ ആയാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് വീണ്ടും ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് LDF-നെ മാറ്റി UDF തന്നെ വരണമെന്നുള്ള ചിന്തയിലേക്കും എത്തിക്കാൻ പാകത്തിലുള്ള ഒരു കഴിവും കാര്യങ്ങളും, ഈ അനാവശ്യമായ സമരങ്ങളും അനാവശ്യമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളും ഈ സർക്കാരിന് എതിരായി നിന്നുകൊണ്ടുള്ളതല്ല. നമ്മൾ നല്ലത് പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. ഒരു PR വർക്കിനും ഒന്നും തടയാൻ കഴിയില്ല. കോൺഗ്രസ് ആണ് നല്ലത് ചെയ്യുന്നതെങ്കിലും LDF ആണ് നല്ലത് ചെയ്യുന്നതെങ്കിലും ജനങ്ങൾ ഇപ്പൊ പഴയ പോലെ പൊട്ടന്മാരൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടും കാര്യം, ഞാൻ LDF-ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ രീതിയിലല്ല സംസാരിക്കുന്നത്. ഞാനൊരു നാടിന്റെ നന്മ എന്ന രീതിയിൽ മാത്രം ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതും ഈ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്കും ഇതെന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള വകതിരിവുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മൾ മറ്റേ സ്റ്റേറ്റ് പോലെയല്ല. അപ്പൊ അതുകൊണ്ട് കണ്ടറിഞ്ഞ് ചെയ്യുക, ബുദ്ധിപൂർവം ആലോചിച്ച്, പ്രിയപ്പെട്ട യുവാക്കളോടും യുവതികളോടും വോട്ടവകാശമുള്ള എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്.
നമ്മുടെ നാട് എപ്പോഴും നമുക്ക് മറ്റുള്ള നാടുകളെ സംബന്ധിച്ചിട്ട് ഉന്നതിയിലും പ്രശസ്തിയിലും എത്തണം. അതിന് ആര് തന്നെ ഭരിച്ചാലും അത് അങ്ങനെ തന്നെ ആവണം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ ഇതിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡുകളും നമ്മൾ സ്കൂളുകളും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിന് തുടർച്ച ഉണ്ടാവട്ടെ. ഇനിയുള്ളൊരു 5 വർഷം കൂടി ഇതേ LDF തന്നെ തുടരട്ടെ.